ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ക്രിസ്തുവിൽ എത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗങ്ങൾ ഉള്ളിലുള്ള പ്രകാശത്തെ ഉദ്ദീപിപ്പിക്കുവാനും ക്രിസ്തുവിൻ്റെ പ്രകാശം പ്രസരിപ്പിക്കുവാനുമുള്ള ക്ഷണമാണ് നൽകുന്നത്. സുവിശേഷത്തിൽ യേശുനാഥൻ പഴയ നിയമങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് മത്തായി അവതരിപ്പിച്ചിരിക്കുന്നത്. മത്തായി ക്രിസ്തുവിനെ പുതിയ മോസസായും പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായുമാണ് അവതരിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള തിരുവചനങ്ങളിൽ അന്ധകാരത്തിലാണ്ടിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു, മരണത്തിൻ്റെ നാട്ടിലും നിഴലിലും ഇരുന്നവർക്കായി പ്രകാശം ഉദയം ചെയ്തു എന്ന് യെശയ്യാ പ്രവചിച്ചത് ലോകത്തിൻ്റെ പ്രകാശമായി വന്ന ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതായി മത്തായി സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അവനിൽ ജീവനുണ്ടായിരുന്നുവെന്നും ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നുവെന്നും ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചിരുന്നുവെന്നും യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുനാഥൻ തന്നെ ലോകത്തിൻ്റെ പ്രകാശമായി യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. ലോകത്തിൽ പ്രകാശം പരത്തുക എന്ന നിയോഗവുമായി വന്ന ക്രിസ്തുനാഥന് മറ്റ് ഒരു അഭിസംബോധന ആവശ്യമില്ലെന്ന് തന്നെ പറയാം. ക്രിസ്തുവിൻ്റെ പ്രകാശം 3 അർത്ഥതലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനാകും. ഒന്നാമതായി, പ്രകാശം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അടയാളമാണ്. മനുഷ്യൻ്റെ അജ്ഞതയുടെ അന്ധകാരത്തെ മാറ്റി ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും പ്രകാശം അവൻ്റെ ഉള്ളിൽ നിറയ്ക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രകാശത്താൽ നിറയുന്നു. രണ്ടാമതായി, പ്രകാശം അന്ധകാരത്തെ മാറ്റുന്നു. പാപാന്ധകാരത്താൽ നിറഞ്ഞ മനുഷ്യവർഗത്തെ മാനസാന്തരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് യേശുനാഥൻ പ്രകാശത്തിൻ്റെ ഈ നിയോഗത്തിലേക്ക് സർവ്വജനത്തെയും ക്ഷണിക്കുന്നു. മൂന്നാമതായി, ഹൃദയത്തിൽ പ്രകാശം നിറയുമ്പോൾ, ഹൃദയത്തിൽ പ്രകാശമായ ക്രിസ്തു നിറയുമ്പോൾ യോഹന്നാൻ ശ്ലീഹായെപ്പോലെ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് വിളിച്ചു പറയാനാകും. പ്രിയമുള്ളവരെ, ഉള്ളിലെ ക്രിസ്തു വെളിച്ചം കൂടുതൽ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് അറിവും പ്രകാശവും ഹൃദയത്തിൽ നിറച്ച് പാപാന്ധകാരത്തെ മാറ്റാം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് നമുക്കും ആത്മാർത്ഥമായി ഘോഷിക്കാനാകും. അന്ധകാരത്തിൽ ഉദിച്ച പ്രകാശമായ ക്രിസ്തുനാഥൻ നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതത്തെയും പ്രകാശപൂരിതമാക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.